കോഴിക്കോട് താമരശ്ശേരിയിൽ മർദ്ദനമേറ്റതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വിദ്യാർത്ഥിയെ ക്രൂരമായ മർദ്ദനമാണ് നേരിട്ടത് എന്ന് ആരോഗ്യ പ്രവർത്തകർ അടക്കം പറഞ്ഞു. ആന്തരികമായി ഏറ്റ പരിക്കാണ് മരണത്തിന് കാരണമായത് എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിദഗ്ധമായ പരിശോധനയും മറ്റു കാര്യങ്ങളും നടക്കുകയാണ്. സംഭവത്തിൽ 5 പേർ നിലവിൽ പോലീസ് കസ്റ്റഡിയിലായിരുന്നു. ഇവരെ സംബന്ധിച്ചുള്ള കേസ് റിപ്പോർട്ടുകളും വരും മണിക്കൂറിൽ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മോടൊപ്പം ദിൽഷാദ് തിലകൻ ചേരുന്നുണ്ട്. ദിൽഷാദ്, സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതം, ആന്തരികമായി ഉണ്ടായ രക്തസ്രാവം എന്നിവയെല്ലാം മരണത്തിന് കാരണമായി എന്നുള്ളതാണ് റിപ്പോർട്ട്. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് ലഭിക്കുന്നത്? ലാൽകൃഷ്ണ, നമ്മളിപ്പോൾ ഉള്ളത് ഷഹബാസിൻ്റെ വീട്ടിലാണ്, വാടക വീട്ടിലാണ്. ഇവിടെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് മൃതദേഹമുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം വാടക വീട്ടിലെത്തിക്കും. അല്പസമയം മാത്രമേ ഇവിടെ നിർത്തുകയുള്ളൂ. കാരണം ഷഹബാസിൻ്റെ ഉമ്മയെ അവസാനമായിട്ട് ഒരു നോക്ക് ഷഹബാസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അതിനുകൊണ്ട് മാത്രം വാടക വീട്ടിലേക്ക് അല്പസമയം മൃതദേഹം എത്തിക്കും. അതിനുശേഷം ഇവരുടെ തറവാട് വീട്ടിലേക്ക് എത്തിക്കും. അവിടെയാണ് അവിടെയാണ് ഇത്തരത്തിൽ അതിനായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ബന്ധുക്കളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് തറവാട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ശേഷം കെടവൂർ ജുമാ മസ്ജിദിൽ പൊതുദർശനം നടക്കും. കെടവൂർ മദ്രസയിലാണ് പൊതുദർശനം ഒരുക്കുന്നത്. നാട്ടുകാർക്കെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പൊതുദർശനം കെടവൂർ മദ്രസയിലാണ്. അതിനായിട്ടുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം കെടവൂർ ജുമാ മസ്ജിദിൽ വൈകിട്ടോടുകൂടി ഖബറടക്കം നടക്കും. ഇതിലെടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഷഹബാസിനെ മർദ്ദിച്ച അജ്നാസ് ബാബു എന്ന വിദ്യാർത്ഥിയുടെ ഓഡിയോ ശബ്ദ സന്ദേശം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഷഹബാസിനെ തിരിച്ചു മർദ്ദിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ക്രൂരമായ മർദ്ദനമേറ്റു എന്നത് ആ ശബ്ദ സന്ദേശത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഷഹബാസ് നിസ്സഹായനായി നിന്ന് അടികൊള്ളുകയായിരുന്നു എന്നതാണ് ഈ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ അജ്നാസ് ബാബു എന്ന വിദ്യാർത്ഥിയുടെ അവൻ സുഹൃത്തുക്കൾക്ക് അയച്ചിട്ടുള്ള ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. തനിക്ക് ഷഹബാസിനെ കാര്യമായിട്ട് മർദ്ദിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് അജ്നാസ് സുഹൃത്തുക്കളോട് പറയുന്നത്. ഈ ശബ്ദ സന്ദേശത്തിൽ അങ്ങനെയാണുള്ളത്. അതായത് ഷഹബാസിനെ തനിക്ക് കാര്യമായിട്ട് മർദ്ദിക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടായതിനു ശേഷം ഷഹബാസിനെ തൻ്റെ കയ്യിൽ കിട്ടിയെങ്കിലും എനിക്ക് അവനെ കാര്യമായിട്ട് മർദ്ദിക്കാൻ പറ്റിയിട്ടില്ല. ഷഹബാസിന് തല്ലാനറിയില്ല. താൻ തൊട്ടപ്പോഴേക്കും അവൻ തളർന്നു പോയി. കണ്ണിന് 4 കുത്തു കൊടുത്തപ്പോഴേക്കും ഷഹബാസ് ഇല്ലാതായെന്നുമാണ് അജ്നാസ് ബാബു സുഹൃത്തുക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശത്തിലുള്ളത്. അതായത് ഈ ഒരു ശബ്ദ സന്ദേശത്തിൽ നിന്ന് വളരെയധികം വ്യക്തമാണ്. അതായത് ഷഹബാസിനെ തിരിച്ച് മർദ്ദിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്നത്, ഷഹബാസ് നിസ്സഹായനായി നിന്ന് അടികൊള്ളുകയായിരുന്നു എന്നത് ഈ സംഭാഷണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്, ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ 5 പ്രതികളെയും വിട്ടയക്കുന്ന ഒരു സാഹചര്യം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് നാട്ടുകാർക്കിടയിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കാരണം ഇത്രയും വലിയൊരു സംഭവം നടന്നു, ഇത്രയും ക്രൂരമായിട്ടുള്ള, അതായത് കേവലം വിദ്യാർത്ഥികൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നിസ്സാരവൽക്കരിക്കാൻ കഴിയുന്ന ഒരു സംഭവമല്ല ഇത്. അതിക്രൂരമായിട്ടുള്ളൊരു കൊലപാതകം തന്നെയാണ് നടന്നിട്ടുള്ളത്. ഇതിന് തക്കതായ തെളിവുകളും പുറത്ത് വന്നിട്ടുണ്ട്. അവരുടെ ശബ്ദ സന്ദേശങ്ങളും ഇതിനുശേഷം അവർ പറയുന്ന കാര്യങ്ങളും സുഹൃത്തുക്കളുമായി പങ്കുവച്ച ചാറ്റുകളും എല്ലാം തന്നെ വീണ്ടും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ആസൂത്രിതമായിട്ടുള്ളൊരു കൊലപാതകത്തിലേക്ക് അത് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ ചെറിയൊരു വാക്ക് തർക്കത്തിന്റെ പേരിൽ ദിൽഷ പറഞ്ഞ പോലെ ഈ ശബ്ദ സന്ദേശം അവരുടെ മാനസികാവസ്ഥ എന്തായിരുന്നു, അതിനുശേഷവും മർദ്ദനത്തിന് ശേഷവും അതിനു മുമ്പുമുള്ളത് എന്നതിനെക്കുറിച്ച് ആ ശബ്ദ സന്ദേശങ്ങളിൽ നിന്ന് വ്യക്തമാണ്. നമുക്ക് ആ